സാമൂഹ്യ ആരോഗ്യ പാർപ്പിട സാമ്പത്തിക പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകി 2025-26 വർഷത്തേക്കുള്ള തിരുവല്ല നഗരസഭാ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 77,55,212 രൂപ വരവും 63,30,32,619 രൂപ ചെലവും 14,25,42,593 രൂപ നീക്കിബാക്കിയുമുള്ള ബഡ്ജറ്റാണ് വൈസ് ചെയർമാൻ ജിജി വട്ടശ്ശേരി അവതരിപ്പിച്ചത്. ഈ ചോദ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടായെങ്കിൽ മാത്രമേ നഗരസഭ വികസനം സാധ്യമാകൂ. ആധുനിക രീതിയിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനുള്ള തുക ഈ ബജറ്റിൽ വകയിരുത്തി. പാലാരിലെ തലമുറകൾ പേരുകെട്ട രാമപുരമാക്കിന്റെയും അന്തിച്ചെന്നതിന്റെയും ആധുനിക രീതിയിലുള്ള പുനഃശിക്ഷയ്ക്ക് വേണ്ടി ആയിരുന്നു ഈ ബജറ്റ് മുൻതൂക്കം നൽകിയിട്ടുണ്ട്. ടൂറിസം മേഖലയിലും അന്തസാധ്യതയുള്ള ചന്തക്കടവ് കുട്ടനാട് ഇക്കോ ടൂറിസം യാഥാർത്ഥ്യമാക്കുന്നതിനായി പെരിയർ പഞ്ചായത്തിൽ ടൂറിസ്റ്റ് വകുപ്പുമായി ചേർന്നുകൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി 1 ലക്ഷം എന്ന നിലയിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. തദ്ദേശ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രധാന സ്ഥാപനമാണ് കുടുംബശ്രീ. ദരിദ്ര നിർമ്മാർജ്ജന മിഷൻ എന്ന നിലയിൽ കുടുംബശ്രീ സംവിധാനത്തെ ചേർത്ത് നിർത്തുന്ന തരത്തിൽ വനിതകളുടെ ക്ഷേമവും വികസനവും ലക്ഷ്യമിട്ടുകൊണ്ട് വിവിധ പദ്ധതികളാണ് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തിരുവല്ലയുടെ ചിരകാല സ്വപ്നമായ നഗരസഭാ സ്റ്റേഡിയം നവീകരണത്തിന് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ അനുവദിച്ച 20 കോടി രൂപയ്ക്ക് പുറമെ മണ്ണുട്ടിയുയർത്തി ഡ്രെയിനേജ് സംവിധാനം നടത്തുന്നതിന് 11.5 കോടി രൂപ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി. ഒളിമ്പ്യൻ പാപ്പൻ സ്മാരക യാഥാർത്ഥ്യമാക്കുന്നതിന് 10 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. യാർഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് കരാർ നൽകിയ 30 ലക്ഷം രൂപയുടെ പദ്ധതി കൂടാതെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിന് സമീപമുള്ള സ്ഥലം കൂടി ഏറ്റെടുത്ത് വാണിജ്യ സമുച്ചയവും ഉൾപ്പെടെ BOT വ്യവസ്ഥയിൽ നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തി. ചുമത്ര PHSC കോമ്പൗണ്ടിൽ 50 ലക്ഷം രൂപ ചിലവിൽ ഭിന്നശേഷി കുട്ടികൾക്കുള്ള പരിശീലന കേന്ദ്രം നിർമ്മിക്കുന്നതിന് പണം അനുവദിച്ചു. ഷീലോജ് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഇവിടെ ഫർണിച്ചറും അടുക്കള ഉപകരണങ്ങളും വാങ്ങി കുടുംബശ്രീ ഏൽപ്പിക്കുന്നതിന് 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭാ ഓഫീസിലും കൈമാറി കിട്ടിയ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നാപ്കിൻ ഇൻസിനേറ്ററും വെൽഡിംഗ് യന്ത്രവും സ്ഥാപിക്കുന്നതിന് 25 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓപ്പൺ സ്റ്റേജ് ആധുനികവൽക്കരിച്ചും സൗന്ദര്യവൽക്കരണം നടത്തുന്നതിന് 10 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ശബരിമല ഇടത്താവളം നിർമ്മിക്കുന്നതിന് 2 കോടി രൂപയും ബഡ്ജറ്റിൽ അനുവദിച്ചു. അന്തിച്ചന്തയുടെ ആധുനികവൽക്കരണത്തിന് 15 ലക്ഷം രൂപയും ആധുനിക അറവുശാല സ്ഥാപിച്ച് തിരുവല്ല മീറ്റ് എന്ന പേരിൽ മായമില്ലാത്ത ഇറച്ചി മിതമായ നിരക്കിൽ വിൽക്കുന്നതിന് 20 ലക്ഷം രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക മത്സ്യബന്ധന മേഖലയ്ക്ക് 2.5 കോടി രൂപയും മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനും 50 ലക്ഷം രൂപയും ചെറുകിട വ്യവസായം, ദാരിദ്ര്യ ലഘൂകരണം എന്നിവയ്ക്ക് 3.5 കോടി രൂപയും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി. ലൈഫ് പദ്ധതിയിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിന് 1 കോടി രൂപ, സാമൂഹിക ക്ഷേമത്തിന് 1 കോടി രൂപ, ആരോഗ്യ മേഖലയ്ക്ക് 5 കോടി രൂപ, ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് 5 ലക്ഷം രൂപ തുടങ്ങിയവയ്ക്ക് പുറമെ ബഡ്ജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി നഗരസഭാ പരിധിയിലുള്ള എല്ലാ സ്കൂളുകളുടെയും മുൻപിൽ ക്യാമറയും മിനി ഹൈമാസ്റ്റും സ്ഥാപിക്കുന്നതിന് 20 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബഡ്ജറ്റ് സമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷ അനു ജോർജ് അധ്യക്ഷത വഹിച്ചു.